ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന ശിശുക്ഷേമ സമിതിക്ക് കീഴിലും വനഗവേഷണ സ്ഥാപനത്തിലും തൊഴിലുറപ്പ് പദ്ധതിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കരാർ നിയമനമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. പീച്ചിയിലെ വനഗവേഷണ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത MCA അല്ലെങ്കിൽ MC കമ്പ്യൂട്ടർ സയൻസ്, ഇതിലേതെങ്കിലും ഒന്നിലുള്ള ബിരുദാനന്തര ബിരുദമാണ്. കൂടാതെ അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ HR മാനേജ്മെൻറ്റിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. 1 വർഷമാണ് കാലാവധി ഉണ്ടായിരിക്കുക. പ്രതിമാസ വേതനം 29,700 രൂപ ലഭിക്കുന്നതാണ്. 2024 ജനുവരി 1 36 വയസ്സ് കവിയരുത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 5ഉം മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് 3 വർഷത്തെ വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി 24 രാവിലെ 10 മണിക്ക് നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പീച്ചിയിലുള്ള കേരള വന ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന വോക്ക്-ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾ www.kfri.res.in ലഭിക്കുന്നതാണ്. അടുത്തത് തൃശ്ശൂർ ജില്ലയിലെ 9 ITIകളിലേക്ക് അപ്രന്റീസ് ക്ലർക്കുമാരെ നിയമിക്കുന്നതിന് പട്ടികജാതി വിഭാഗക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത വരുന്നത് ബിരുദവും DCA അല്ലെങ്കിൽ COPA മലയാളം കമ്പ്യൂട്ടിംഗ് വിജ്ഞാനവുമാണ്. പ്രതിമാസം 10,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. 1 വർഷമാണ് പരിശീലന കാലാവധി. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ ഉൾപ്പെടെ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, ജാതി, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ 680003 എന്ന വിലാസത്തിൽ ജനുവരി 25 വൈകിട്ട് 5 മണിക്കകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് സംസ്ഥാന ശിശുക്ഷേമ സമിതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ദത്തെടുക്കൽ ശിശു പരിചരണ കേന്ദ്രങ്ങളിൽ ആയമാരുടെ ഒഴിവിലേക്ക് വോക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ബാലസേവിക കോഴ്സ് പാസ്സായവർക്കും കുട്ടികളുടെ പരിചരണത്തിനായുള്ള പരിശീലനം നേടിയവർക്കും മുൻപരിചയമുള്ളവർക്കും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. 25നും 40നും ഇടയ്ക്ക് പ്രായമുള്ള വനിതകൾക്കാണ് അവസരം വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ ജനുവരി 22 രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് പ്രവർത്തിക്കുന്ന സംസ്ഥാന ശിശുക്ഷേമ സമിതി ഓഫീസിൽ നിങ്ങളുടെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം നേരിട്ട് ഹാജരാവേണ്ടതാണ്. അടുത്തത് എറണാകുളം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. എറണാകുളം ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി ഹാൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. കരാർ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലുള്ള 3 വർഷത്തെ ഡിപ്ലോമ, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം, ആശുപത്രി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഇംപ്ലിമെൻറ്റേഷനിൽ പ്രവൃത്തി പരിചയം തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 10,000 രൂപ മാസവേതനം ലഭിക്കും. താല്പര്യമുള്ളവർ ജനുവരി 22 രാവിലെ 11 മണിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കേണ്ടതാണ്. രാവിലെ 10 മണിക്കാണ് ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടത്. 11:30 ശേഷം ലഭിക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല. വിശദ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഈ അധ്യയന വർഷത്തേക്ക് കാർപ്പൻട്രി, ഫിറ്റിംഗ്, ഷീറ്റ് മെറ്റൽ ട്രേഡിൽ ട്രേഡ് ടെക്നീഷ്യൻ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ITI അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകർ നിങ്ങളുടെ ബയോഡേറ്റ, മാർക്ക് ലിസ്റ്റ്, യോഗ്യത, പ്രവൃത്തി പരിചയം, അധിക യോഗ്യതയുണ്ടെങ്കിൽ അതും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജനുവരി 22 രാവിലെ 10:30 കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവേണ്ടതാണ്. അടുത്തത് കോട്ടയം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നാട്ടകം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. ഫാർമസി കോഴ്സ് സർട്ടിഫിക്കറ്റും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ ഫോട്ടോയും ഫോൺ നമ്പറും അടങ്ങുന്ന ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം ജനുവരി 22 വൈകിട്ട് 5 മണിക്കകം നാട്ടകം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അപേക്ഷ നൽകേണ്ടതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് കോട്ടയം നഗരസഭയിൽ വെച്ച് ജനുവരി 25 ഉച്ച കഴിഞ്ഞ് 3:30 അഭിമുഖം നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അടുത്തത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് അക്രഡിറ്റഡ് ഓവർസിയറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. 3 വർഷ സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ 2 വർഷത്തെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഡിപ്ലോമ യോഗ്യതയും 18 മുതൽ 35 വയസ്സ് പ്രായമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി 25 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിലെ സ്നേഹദീപം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ അധ്യാപികയുടെ താൽക്കാലിക ഒഴിവിലേക്ക് ജനുവരി 23 രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് DEd സ്പെഷ്യൽ ഓട്ടിസം സ്പെക്ട്രൽ ഡിസോർഡർ, DEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെറിബ്രൽ പാൾസി, DEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കേൾവി വൈകല്യം, DEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കാഴ്ച വൈകല്യം, ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, DCSE ബുദ്ധി വൈകല്യം, ഡിപ്ലോമ ഇൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ, ഡിപ്ലോമ ഇൻ വൊക്കേഷൻ റീഹാബിലിറ്റേഷനാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ, ബയോഡേറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ജനുവരി 22 ഉച്ചയ്ക്ക് 1 പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ അഴൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനയുടെ വാഹനത്തിന് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവറുടെ നിയമനത്തിന് ജനുവരി 23 രാവിലെ 11 മണിക്ക് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. 8ാം ക്ലാസ് യോഗ്യതയും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ളതും 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ രാവിലെ 10:30 നിങ്ങളുടെ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റും കോപ്പിയും സഹിതം അഴൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. ഹരിതകർമ്മ സേനയുടെ ഭാഗമായി വനിതകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.